പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുവിനുള്ള സ്നേഹം വന്ദനം. നമ്മൾ റോമാലേഖനം മുഴുവനായിട്ട് പഠിക്കുന്നൊന്നുമില്ല. ചെറുതായിട്ടെൻ്റെ അത്ര അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വരികയാണ്. ദൈവവചനം നമ്മൾ വായിക്കണം. അതെങ്ങനെ വായിക്കണം? ശ്രദ്ധയോടെ വായിക്കണം. വചനം നമ്മൾ പരിശോധിക്കണം. വായിച്ചു വിട്ട് പോവുകയല്ല വേണ്ടത്. ഇവിടെ കേൾക്കുന്നത് ഞാൻ വായിച്ചത് വീണ്ടും വീണ്ടും അത് പരിശോധിച്ച് നോക്കണം. വചനം പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇത് ദൈവത്തിൻ്റെ വചനം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. ദൈവശബ്ദമാണോ എന്ന് ഉറപ്പുവരുത്താൻ ഇടയാകണം. അപ്പോൾ വായിക്കണം, അത് ശ്രദ്ധ വേണം, അത് പരിശോധിക്കണം. ഇത് നമ്മൾ ധ്യാനിക്കണം. എങ്ങനെ? പരിശോധിച്ച് ഉറപ്പ് വന്ന ശേഷം ആ വചനത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മൾ ആ വചനവുമായിട്ട് ഒന്നിച്ചിരുന്ന്, വചനം ദൈവമാണ്, യേശുവാണ്, ഒന്നിച്ചിരുന്ന് അത് നമ്മൾ അയവിറക്കണം. അയവിറക്കി എന്താണ് ഇതിൽ നിന്നും എനിക്ക് ലഭിക്കാനുള്ളത്, എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് എന്താണെന്ന് കണ്ടെത്തണം, ധ്യാനിക്കണം. എന്നിട്ട് നമ്മൾ അത് പ്രമാണിക്കണം. കഴിഞ്ഞ ആഴ്ച കേട്ട വചനം ഞാൻ പ്രമാണിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണം. ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ കറക്റ്റ് വചനത്തിൻ്റെ റൊട്ടേഷൻ നടക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ച വചനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തോ? ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണത് ഇതാണ് ബൈബിൾ പറയുന്നത്, ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പകർന്നു കൊടുക്കണം. അപ്പോൾ വചനത്തിനകത്ത് മറയ്ക്കപ്പെട്ട ക്രിസ്തുവുണ്ട്, മറച്ചു വയ്ക്കപ്പെട്ട ക്രിസ്തു. ഇത് പുതിയ നിയമത്തിലാണ് വെളിപ്പെട്ട് വന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് ആഗ്രഹിച്ചത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ദൈവത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ 7-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു. 6-ാം അധ്യായം ക്രിസ്തുവിലുള്ള ഏകീകരണം. ഞാനും യേശു കർത്താവുമായിട്ട് ഒന്നായിത്തീരുന്ന ഒരനുഭവമാണ് സ്നാനത്തിലൂടെ നടന്നത്. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധീകരണമാണ് അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. 7-ാം അധ്യായം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധി എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞത് തീരുന്നതല്ല. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. അപ്പോൾ ശുദ്ധമെന്ന് പറയുന്നത് സാമാന്യം, ഒരു കഴുകി വെച്ചിരിക്കുന്ന ഇത് ഒരു വൃത്തിയായ പാത്രത്തിനകത്താണ് ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ശുദ്ധമാണ്. എന്നാൽ വിശുദ്ധമെന്ന് പറയുമ്പോൾ ഇത് കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മളതിനെ മാറ്റിവെച്ചിരിക്കുക. അത് വേറെ ഒന്നിനും നമ്മൾ എടുക്കത്തില്ല. ഇപ്പം ഈ പാത്രത്തിലേക്ക് വന്ന് ആരും ഇവിടെ വന്ന് കൈ കടത്തത്തില്ല. ഇത് ദൈവത്തിൻ്റെ പുത്രൻ്റെ ചോരയുടെയും ശരീരത്തിൻ്റെയും ഇതിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മാറ്റിവെച്ചതാണ്. വിശുദ്ധി എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെട്ടതാണ്. ശുദ്ധം എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കുന്നത്, ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് വിശുദ്ധം. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധം എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമാണ്, ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. അപ്പോൾ വിശുദ്ധം എന്ന് പറയുന്നത് സെറ്റ് അപ്പാർട്ട് എന്നാണ്, ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഇതാണ് വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ നീതീകരിക്കപ്പെട്ടു. നീതീകരണമെന്ന് പറയുന്നത് ഒരു പദവിയാണ്, നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് കിട്ടിയതല്ല. ദൈവം നമ്മളെ വിളിച്ച് ദൈവത്തിൻ്റെ പുത്രൻ്റെ ചോരയിലൂടെ നമ്മളെ വേർതിരിച്ചു എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധീകരണത്തിനകത്തും ദൈവം തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് എൻ്റെ ഒരു സഹകരണം, മറ്റേതിൻ്റെ വിശ്വാസം വേണമായിരുന്നു. ഇവിടെ എൻ്റെ ഒരു സമർപ്പണം ആവശ്യം വിശുദ്ധീകരണത്തിന്.
ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, നമ്മൾ ന്യായപ്രമാണമാകുന്ന ഭർത്താവിൻ്റെ ഭാര്യയായി അടിമയായിരുന്നു. ന്യായപ്രമാണം അനുസരിക്കാൻ എനിക്ക് കഴിയാതെ വന്നപ്പോൾ ഞാൻ എല്ലും തോലുമായി കിടന്ന സ്ഥാനത്ത് ദൈവത്തിന് എന്നോട് കരുണ തോന്നി എന്നെ മരിക്കാനൊരവസരം തന്നു. ഇതെങ്ങനെ? കർത്താവ് യേശുവിൻ്റെ കൂടെ ആ ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ഞാനും യേശു ക്രിസ്തുവിനോട് മരിച്ചു. അങ്ങനെ ഞാൻ മരിച്ചപ്പോൾ ന്യായപ്രമാണമാകുന്ന ഭർത്താവിൽ നിന്ന് ഞാൻ ഒഴിവുള്ളവളായി. പിന്നെ എനിക്ക് വിവാഹം കഴിക്കാം. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിവാഹം കഴിക്കുന്നതിനകത്ത് തെറ്റില്ല. ബൈബിൾ പറയുന്ന ഒരു ഉപമാലങ്കാരമാണ് കേട്ടോ. നിങ്ങളത് വായിച്ച് കാണുമെന്ന് ഞാൻ ചിന്തിക്കും, ധ്യാനിച്ച് കാണുമെന്ന് ഞാൻ ചിന്തിക്കാം. അങ്ങനെ കൃപയാകുന്ന ഭർത്താവിനെ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ വായിച്ചോളാം, നിന്റെ കഷ്ടപ്പാട് മുഴുവൻ മാറ്റാം, നിന്റെ ഈ അധ്വാനത്തിന് ഞാൻ ഫലം തരാം. ഈ ദൈവകൃപയാകുന്ന യേശുവാകുന്ന ഭർത്താവ് എന്നെ വിവാഹം കഴിച്ചു, അവൻ്റെ ഭാര്യയാക്കി മണവാട്ടിയാക്കി എന്നെ തീർത്തു. ചോദിച്ചു, എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? ന്യായപ്രമാണം പറഞ്ഞത് തന്നെ. ന്യായപ്രമാണം ഇപ്പം നമ്മൾ വായിച്ചത് ന്യായപ്രമാണം ആത്മീയമാണ്, ന്യായപ്രമാണം വിശുദ്ധമാണ്. നിനക്കായിരുന്നു പ്രശ്നം. ഞാനാണ് പാപത്തിൽ വസിച്ചിരുന്നത്, വിൽക്കപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണം ദൈവത്തിൻ്റെ നീതിയാണ്, എനിക്കനുസരിക്കാൻ പറ്റിയില്ല. അപ്പോൾ കൃപയാകുന്ന ഭർത്താവ് വന്നിട്ട് എന്നെ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ ന്യായപ്രമാണത്തെ ഒന്ന് പരിശോധിച്ചു. എനിക്ക് വെളിപ്പെടുത്തി തന്നെ എന്താണ് ന്യായപ്രമാണം പറഞ്ഞതിനേക്കാളും പവർഫുള്ളാണ് കൃപയുടെ പ്രമാണം. ഒരു സഹോദരനെ കത്തികൊണ്ട് കുത്തിക്കൊല്ലരുതെന്നായിരുന്നു, കൊലപാതകം ചെയ്യരുതെന്നായിരുന്നു ന്യായപ്രമാണം പറഞ്ഞത്. പക്ഷെ കൃപയാകുന്ന ഭർത്താവ് പറയുന്നത് ഒരാളെ നിസ്സാര എന്ന് പറഞ്ഞാൽ തീർന്നു, അഗ്നിനരകം, നീ നരകത്തിന് യോഗ്യൻ. ഒരു പുരുഷനെ ഒരു സ്ത്രീയെ മോഹത്തോടെ ഒന്ന് നോക്കി രണ്ടാമതൊന്നുകൂടെ നോക്കിയപ്പോൾ ഞാൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് വായിക്കുന്ന പ്രമാണങ്ങൾ കർത്താവ് പറഞ്ഞത് എങ്ങനെയോ, നിനക്ക് സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായിട്ട് നിന്റെ കണ്ണിടർച്ച വരുത്തിയാൽ കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. എന്ത് പ്രമാണം, എന്തു ഭർത്താവ്! രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യേശുവിൻ്റെ ഭാര്യയായി മണവാട്ടിയായി തീർന്നു. ഇപ്പോൾ പറയുക കണ്ണ് ചൂന്നെടുത്തിട്ട് ഒറ്റ കണ്ണുള്ളവളായിട്ട് നീ ഇവിടെ ജീവിക്കണം എന്ന് വെച്ചെന്നാൽ നിന്റെ കണ്ണ് യേശുവിന് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ് ഒറ്റ കാലുള്ളവനായിട്ട് ഒറ്റ കൈയുള്ളവനായിട്ട്, അങ്ങനല്ലേ പുതിയ നിയമം പറയുന്നത്? പഴയ നിയമത്തിന് അങ്ങനല്ലോ ഉണ്ടോ? ന്യായപ്രമാണം അങ്ങനെയൊന്നും പറയുന്നില്ല. ഈ യേശു നമ്മുടെ ഭർത്താവായി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, കഷ്ടപ്പെട്ട് ആദ്യത്തെ ദിവസം ഞാൻ ഉറങ്ങിയപ്പോഴേ വെപ്രാളം പിടിച്ച് അലാറമൊക്കെ വെച്ച് കിടന്നുറങ്ങുക. വെളുപ്പിനെ 5 മണിക്ക് ബെഡ് കോഫി, പിന്നെ വെള്ളം ചൂടാക്കണം, പിന്നെ കുഴമ്പിടണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം വേണം, പിന്നെ ഒരുപാട് ചടങ്ങുകൾ. ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും. ഇന്നത്തെ ഭാര്യമാരൊക്കെ ഇന്നത്തെ ഭർത്താക്കന്മാരല്ല, കൃപയുടെ ഭർത്താക്കന്മാർ. രാവിലെ ചായ ഇട്ടുകൊണ്ട് ഭാര്യയെ കൊണ്ട് കൊടുക്കും. ഭാര്യയെ ചെന്ന് നോക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി. പിന്നെ അല്ലെങ്കിൽ പോട്ടെ, എല്ലാം ദൈവം വെച്ചിട്ട് എല്ലാം അരിഞ്ഞു വെച്ച് ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് ഗ്യാസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏതൊക്കെ ചെയ്തൊക്കെ തരാം, നമുക്ക് തമ്മിൽ ഒന്നിച്ചൊക്കെ ചെയ്യാതൊക്കെ പറയും ഭാര്യമാർ. പണ്ടങ്ങനല്ല, ഭർത്താക്കന്മാർ അവിടെ നിന്ന് കൽപ്പിക്കത്തേ ഉള്ളൂ. ഭർത്താവ് ഇരിക്കുന്ന ആ മുറിയിൽ, ഫ്രണ്ടിലത്തെ മുറിയിൽ വന്ന് ഭാര്യമാർക്ക് ഇരിക്കാൻ പാടില്ല. എന്തെല്ലാം നിയമങ്ങളായിരുന്നു. ഇന്നും സ്ത്രീകളെ ഒരുതരം പുച്ഛഭാവത്തിൽ കാണുന്നവരാണ് ഏറ്റവും കൂടുതൽ. സ്ത്രീകളെ ബഹുമാനിക്കാത്തവർ എൻ്റെ ചിന്തയിൽ പെന്തക്കോസുകാരൻ. എന്താണെന്നറിയാമോ? പെന്തക്കോസുകാർ പറയുന്നത് സ്ത്രീകൾ സഭയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഫെബ സഭയുടെ ശുശ്രൂഷകയായിരുന്നതാണ്, പ്രിസ്ക സഭയുടെ ശുശ്രൂഷകയായിരുന്നതാണ്. പക്ഷെ നമുക്കിന്ന് സ്ത്രീകളെ മുന്നോട്ട് കയറ്റാൻ നമുക്കൊരു കാരണവശാലും എങ്ങനെ ഒന്ന് കർത്തൃമേശ കഴിഞ്ഞിട്ടൊരു സ്ത്രീ പ്രാർത്ഥിച്ചു പോയാൽ ശരിയാകട്ടെ. കർത്തൃമേശ കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ പുരുഷൻ തന്നെ. ഞാൻ പറയുന്നത് ഒരു പുരുഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ പുരുഷൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീ പ്രാർത്ഥിച്ചെന്നാൽ ഏതാണ്ട്
കൊള്ളരുതാത്ത പ്രവൃത്തിയായി പോയെന്നൊന്നും ചിന്തിക്കേണ്ട, അത് കൊള്ളരുതാത്ത പ്രവൃത്തിയൊന്നുമല്ല. സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല. കുഞ്ഞുമോളുടെ പിന്നെ ബാബുവിൻ്റെ ഭാര്യ കുഞ്ഞുമോൾക്ക് അവർ 2 പെൺപിള്ളേരാണ്. ഒരു മോളെ കെട്ടിക്കാൻ അമ്മയും അപ്പനും കൂടെ വീടും സ്ഥലമൊക്കെ വിറ്റു. വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് അവരിപ്പോൾ അവർ താമസിക്കുന്നിടത്ത് വന്ന് വെറുതെ കിട്ടിയത് അങ്ങനെ ഒരു സൗകര്യത്തിന് കിട്ടി. അവിടെ ഒരു കൊച്ചു വീട് വെച്ച് അവർ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ പെൺമക്കളെ കിട്ടുന്നവരെന്ത് ചെയ്യണം? എല്ലാം വിറ്റ്, വീടും കാറും എല്ലാം വിറ്റ് പെൺമക്കൾക്ക് കൊടുത്തോണം. ആ മക്കളെ കിട്ടുന്നവരാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടതല്ലേ. പെൺമക്കളെ കിട്ടി 3 പെൺമക്കളുള്ളവർ വീട് ശപിക്കപ്പെട്ടതെന്നല്ലേ. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ 3 ആൺപിള്ളേരെയാണ് കിട്ടുന്നെങ്കിലോ ഇങ്ങോട്ട് സ്ത്രീധനം പെന്തക്കോസ്തുകാരുടെ ഇല്ല. നമുക്കുണ്ടോ സ്ത്രീധനം? അല്ല, നമുക്കില്ല സ്ത്രീധനം. അപ്പം സ്ത്രീകളെ അത്രമാത്രം. പിന്നെ ജാതി പ്രശ്നം, ഞങ്ങളുടെ ജാതിയിൽ നിന്നും വന്നവരെ മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കത്തുള്ളൂ. സിറിയൻ കത്തോലിക്ക റോമൻ കുടുംബത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ഒരു ഞങ്ങളുടെ മകന് ഒരു പെൺകുട്ടിയെ, അതേ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ എന്ന് വെച്ചെന്നാൽ ഹിന്ദുവിൽ നിന്നും ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു വന്നു. ഞങ്ങൾ അതൊക്കെ ജാതി നോക്കിയേ. പേര് ബൈബിളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാവശ്യമെന്നാണ് പറയുന്നത്. എത്രയോ ദുഃഖം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ പണമില്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ തുറന്നു പറയുക, എൻ്റെ മക്കളെ കെട്ടിച്ചത് ഇങ്ങോട്ട് പൈസ തന്ന് ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് എൻ്റെ മക്കളെ കെട്ടിക്കൊണ്ട് പോയത്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തോ. എനിക്ക് 3 മകളെ കിട്ടിയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ പറഞ്ഞു, അപ്പച്ചക്കുട്ടി 3 അലമാര മേടിച്ച് വെച്ചേക്കണം. മൂത്ത മോക്ക് വേണ്ടി ആദ്യം ഒരു അലമാര മേടിക്കണം, രണ്ടാമത്തെ മോക്ക് വേണ്ടി രണ്ടാമത്തെ ഒരു അലമാര മേടിക്കണം. കാരണം പെൺപിള്ളേരെ കിട്ടിയാൽ നിങ്ങൾ കഷ്ടം സഹിച്ച് പൈസ ഉണ്ടാക്കി. എൻ്റെ അടുത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോഴേ പിന്നെ ഞാൻ കർത്താവ് എനിക്ക് 3 പൊന്മക്കളെയാണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചെന്നാൽ ഞാൻ ഇങ്ങോട്ട് പൈസ മേടിച്ചാണ് എൻ്റെ മക്കളെ കൊടുത്തത് കേട്ടോ. ഇങ്ങോട്ട് പൈസ മേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ കൊടുത്തത്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം. പെൺപിള്ളേർക്ക് അങ്ങോട്ട് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടതും കേൾക്കുന്നവർക്കുന്ന കാര്യമാണ്. അപ്പൻ്റെ വീട്ടിലേക്ക് മകൾക്കൊന്ന് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം. പോട്ടെ, ആ കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയ്ക്കും ഒന്ന് കാണാൻ കൊതിയ. ആ കൊച്ചു കുട്ടികളെ അങ്ങനെയാണല്ലോ നമുക്ക് മാതാപിതാക്കൾക്ക് കാണാൻ കൊതിയ. കിട്ടിച്ചു വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീട് വലുതാക്കണം. ഭർത്താവിൻ്റെ വീട് ആരുടെ വീടാണ്? പിന്നെ ഭർത്താവിൻ്റെ വീട് നിൻ്റെ വീട്. നമ്മുടെ സംസ്കാരം അതാ. ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മ, അപ്പൻ, നിങ്ങളുടെ അപ്പൻ. അപ്പോൾ ഭാര്യയ്ക്ക് അപ്പനുമില്ല, അമ്മയില്ല, വീടുമില്ല, ഒന്നുമില്ല. ഭർത്താവിനും ഭാര്യയ്ക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങളില്ല, ഇന്നല്ലെങ്കിൽ നാളെ അത് കാണാൻ പോവുക. ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇവിടെ കണ്ടതും കേൾക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയുക. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം പറയുക. ഭർത്താവിൻ്റെ അനുവാദം വേണം കുഞ്ഞിനെ ഒന്ന് അമ്മയുടെ അമ്മയ്ക്ക് ഒന്ന് കാണാനായിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഭർത്താവിൻ്റെ അനുവാദം മാത്രം പോരാ, ഭർത്താവിൻ്റെ അപ്പനും അമ്മയും അനുവദിക്കണം. പപ്പ, എൻ്റെ മകളെ ഞാനൊന്ന് എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. അവരുടെ ഭർത്താവിനോട് അനുവാദം പോരാ, അവരുടെ അപ്പൻ്റെ അനുവാദം വേണം. എന്തിനാണ് ഏറെ പറയുന്നത്? വീട് വിറ്റ്, കുടുംബം വിറ്റ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുത്തു. ഇവർക്ക് വീടില്ല, വസ്തുവില്ല, വകയില്ല. ഇവരുടെ വീട്ടിൽ ഭർത്താവൊന്നും ചെല്ലത്തില്ല. നിനക്ക് വേണേ പൊയ്ക്കോണം, നിനക്ക് വേണമെങ്കിലൊന്ന് പൊയ്ക്കോണം. ആ കുഞ്ഞുങ്ങളെ ഒന്നും വിടത്തില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന വളരെ മോശം ജാതികളിലും ഉണ്ടാകും അങ്ങനെയൊക്കെ കേട്ടോ. നമ്മുടെ ഇടയിൽ അത് പേര് പറയുക പോലും അരുത്. ഹല്ലേലൂയ. നമുക്ക് സ്ത്രീധനം എന്ന സമ്പ്രദായം പോലും വേദപുസ്തകത്തിന് നിരക്കാത്തതാണ്. വേദപുസ്തകത്തിന് നിരക്കുന്നതല്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ ഇടവരരുത്. ദൈവം സഹായിക്കട്ടെ. ഇവിടെ സ്നേഹമുള്ള ഭാര്യ കിടന്നുറങ്ങി രാവിലെ വന്നപ്പോൾ ഭർത്താവ് ചായയുമായിട്ട് നിൽക്കുന്നു. ഇവിടെ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവൾ ഓടിച്ച് അടുക്കള നോക്കിയപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിനോട് എല്ലാം റെഡിയാണ്.
ഉച്ചയ്ക്ക് ഇവളല്ല പിന്നെ ജീവിക്കുന്നത്. കൃപയാകുന്ന യേശുവാകുന്ന ഭർത്താവ് അവൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുക. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഭാര്യ ആരോഗ്യവതിയായി തീരാൻ തുടങ്ങി, ഭാര്യ സന്തുഷ്ടയായി തീരാൻ തുടങ്ങി, സംതൃപ്തിയുള്ളതായി തീരാൻ തുടങ്ങി. സത്യത്തിൽ നമ്മളാണോ ജീവിക്കുന്നത്, കർത്താവാണോ ജീവിക്കുന്നത്? ഈ കൽപ്പന അനുസരിക്കാൻ നമുക്ക് പറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ കൃപയാകുന്ന ഭർത്താവ് നമ്മൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തീർക്കുക. ഇതൊരു വാക്ക് ഞാനിന്ന് പറഞ്ഞിട്ട് പിന്നെ വായിച്ച ഭാഗത്തേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുക. ഇന്ന് വായിച്ച ഭാഗം ഇത്രയുള്ളൂ. നമ്മൾ വായിച്ചത് ന്യായപ്രമാണം നല്ലതാണ്, ആത്മീയമാണ്, വിശുദ്ധമാണ്, അതിനൊരു കുറവുമില്ല. പക്ഷെ ഞാൻ പാപത്തിന് വിൽക്കപ്പെട്ടവനാണ്. എന്നെ മനസ്സിലാക്കണം, എന്നിൽ പാപം മാത്രമേ ഉള്ളൂ. ഒരു തെളിവ് മാത്രം ഞാൻ പറയാം. ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. ഒന്ന്, നിനക്കൊരു ശത്രു ഉണ്ടാകും. ഹല്ലേലൂയ. ആ ശത്രുക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് ശത്രുക്കളെ ഉണ്ടാക്കാതിരുന്നാൽ പോലെ, നമുക്ക് ശത്രുക്കളെ തരാതിരുന്നാൽ പോലെ. ഒരു ശത്രുവില്ലെങ്കിൽ ബൈബിൾ പറഞ്ഞ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, മൂവരോട് ഇരുവരും ഛിദ്രിച്ചിരിക്കും. ഞാൻ വന്നത് സമാധാനം ഉണ്ടാക്കാനാണെന്ന് ചിന്തിക്കരുത്, ഛിദ്രം വരുത്തുവാനാണ്. എന്തിനാ? നിങ്ങളെ ഒന്ന് കർത്താവിനെ അറിയണം. ശത്രുവിനെ കൊണ്ടങ്ങ് നിർത്തി ഒരു പ്രശ്നവുമില്ല. നിങ്ങളിൽ ഒരാൾ എൻ്റെ ശത്രുവായി മാറി, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശത്രുവായി മാറി. എന്നിട്ട് ദൈവം നോക്കും, ഇവൻ ദൈവ പൈതലാണോ? എങ്ങനെ തെളിയിക്കുന്നത്? ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവ് നോക്കിയിട്ട് വിട്ടി, നീ ദൈവ പൈതലല്ല. അങ്ങനത്തെ ഒരു ദൈവിക നിയമമാണ് പുതിയ നിയമം നമുക്ക് തരുന്നത്. ഈ നിയമങ്ങൾ നമ്മളിൽ സ്നേഹമില്ല. നമ്മുടെ സ്നേഹം എന്താണെന്നറിയാവോ? ഇങ്ങോട്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. രണ്ടാമത്തെ പ്രാവശ്യവും എനിക്ക് സ്നേഹം കിട്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യവും നിങ്ങൾ എന്നെ കണ്ടിട്ട് മുഖം വെട്ടിച്ച് മാറിക്കളഞ്ഞു. നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ എനിക്ക് കൈ തന്നില്ല. അഞ്ചാമത്തെ പ്രാവശ്യം നിങ്ങൾ എന്നെ കണ്ടപ്പോൾ പല്ല് കടിച്ചു. ആറാമത്തെ പ്രാവശ്യം ഞാൻ പറയും, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല. കാരണം എന്നിൽ സ്നേഹം വസിക്കുന്നില്ല. നിങ്ങളുടെ മക്കളോട് നിങ്ങളിങ്ങനെ കാണിക്കും. അറിയോ? സ്വന്തം പ്രസവിച്ച മക്കളെ നിങ്ങളിങ്ങനെ കാണിക്കും. എന്താ കാര്യം? നിങ്ങളുടെ അകത്ത് അഗപ്പെ സ്നേഹം ഇല്ല. ഇത് യേശു കർത്താവിനറിയാം. സ്നേഹമാണ് വിശുദ്ധി. എന്താണ് വിശുദ്ധി എന്ന് പറയുന്നത്? സ്നേഹത്തിൽ നിന്നും ഉരുവാകുന്ന പ്രവർത്തികളാണ് വിശുദ്ധി. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചോട്ടെ. ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് എന്നിൽ നിന്നും ഉണ്ടാകുന്നതാണ് താഴ്മ, എന്നിൽ നിന്നുണ്ടാകുന്നതാണ് വിനയം, എന്നിൽ നിന്നുണ്ടാകുന്നതാണ് ദീർഘക്ഷമ. ആദ്യം സ്നേഹമാണ് എൻ്റെ അകത്തുണ്ടാകുന്നത്. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് പകരപ്പെടുന്നത്. യേശു സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് സ്നേഹം തെളിയിച്ചതാണ് യേശു. പാപികളായ നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ മഹിമകൾ മാറ്റിവെച്ചവനാണ് യേശു. ഇതുപോലെ നിങ്ങൾക്ക് പാപികളെ സ്നേഹിക്കാൻ കഴിയുമോ? അവനെ പാപികളുടെ സ്നേഹിതനെന്നാണ് ലോകം മുദ്ര കുത്തിയത്. അവൻ്റെ കൂടെ ചുങ്കക്കാരുണ്ടായിരുന്നു, കൊലപാതകികളുണ്ടായിരുന്നു, വേശ്യമാരുണ്ടായിരുന്നു. നമുക്കിഷ്ടമാണോ? ഹല്ലേലൂയ. ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു മകനോ മകളോ ഒരു വീട്ടിലുണ്ട്. അവിടേക്ക് പാസ്റ്റർ പോകുമോ? ഹല്ലേലൂയ. ഇന്നത്തെ പാസ്റ്റർമാർക്ക് അതൊന്നും സഹിക്കത്തില്ല. കാരണം എന്താ? അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറയപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറയപ്പെട്ടിട്ടില്ല. എന്താ കാരണം? എന്താണ് കാരണം? നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മളിൽ പാപമാണ് വസിക്കുന്നത്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു എൻ്റെ ഉള്ളത്തിൽ, എൻ്റെ ആത്മാവിൽ വന്ന്
ജീവനായി പരിശുദ്ധാത്മാവിനാൽ വസിച്ചു. പക്ഷെ എൻ്റെ ബുദ്ധി, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഇച്ഛാശക്തികളിൽ കർത്താവ് വസിക്കുന്നില്ല. എൻ്റെ മനസ്സെന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിരുന്നത്. ഈ മനസ്സിനെ ഞാൻ ആത്മാവിലേക്ക്, യേശുവിൻ്റെ ജീവനിലേക്ക് തിരിച്ച് 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 ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല. എന്താ ഉപവാസം എന്ന് പറയുന്നത്? ഭക്ഷണം കഴിക്കാതിരുന്ന് പോരട്ടെ, പോരട്ടെ, അനുഗ്രഹം പോരട്ടെ, നന്മ പോരട്ടെ, മക്കളുടെ വിടുതൽ പോരട്ടെ, വീടിൻ്റെ വിടുതൽ പോരട്ടെ, കടഭാരങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് ഉപവാസമെന്ന് തെറ്റിദ്ധരിക്കുന്ന ലോകത്തിലെ നമ്മൾ. അയ്യോ, അത് ഉപവാസമല്ല. ഉപവാസം എന്ന് പറയുന്നത് ആത്മതപനമാണ്. ആത്മാവിൽ ഞാൻ എൻ്റെ പാപം എന്തെന്ന് കണ്ടെത്തുന്നതാണ്. എൻ്റെ പാപത്തെ കാണിച്ചു തരണമേ. ഉപവാസം എന്ന് പറയുന്നത് കേവലം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല, കുറേ സമയം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതല്ല. ഉപവാസം എന്നെ കാണാൻ, എൻ്റെ കുറവുകളെ കാണാൻ ദൈവം മുമ്പാകെ വെളിച്ചത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നതാണ് ഉപവാസം. എനിക്കതൊന്നും വിശദീകരിച്ച് പറയാൻ സമയമില്ല. ഹല്ലേലൂയ. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്തിനാണ്? കർത്താവ്, എന്നിലുള്ള പാപമെന്താണ്, എന്നിൽ മറഞ്ഞു കിടക്കുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ള ഒരു നിലവിളി. അങ്ങനെ ഒരു പ്രാർത്ഥനയുള്ള ദൈവമക്കളായി നമുക്ക് മാറാം. സാധാരണ ഇന്നത്തെ ജാതികൾ ഇപ്പോൾ ഒരു നോമ്പ് തീർന്ന് നാളെ നോമ്പ് മുറിക്കുക, റമദാൻ്റെ വ്രതം തിരിക, നോമ്പാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള എൻ്റെ സ്നേഹിതനോട് ആ കടയിൽ ചെന്നപ്പോൾ ചോദിച്ചു, എൻ്റെ പാസ്റ്റേ, ഞങ്ങൾ ഇന്നലെ വൈകിട്ട് രാത്രി തുടങ്ങി ഇന്ന് 5:30 മണി വരെ വെള്ളം കുടിച്ചിട്ടില്ല, ഞങ്ങളെ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ 5:30 മണിയായപ്പം എൻ്റെ മുൻപിൽ അദ്ദേഹം കടയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നു, കഴിക്കാം. അദ്ദേഹം എനിക്ക് കൂടെ തരിക. എന്നിട്ട് പറയുക, ഞാൻ കഴിക്കാൻ തുടങ്ങുക, ഇനി ഞങ്ങൾ നേരം വെളുക്കുന്നത് വരെ 6 മണി മറ്റേ 5:30 6 മണി വരെ വാങ്ങി വിളിക്കും, ഈ സമയം വരെ കഴിപ്പാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപവസിക്കുന്നു. അപ്പം അവരുടെ ഉപവാസം അങ്ങനെയാണ്. മനുഷ്യരെ ധാർമ്മികമായ കുളിച്ച് ഇറനണിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച്, ഭാര്യ പാടില്ല, ഭർത്താവ് പാടില്ല, മക്കൾ പാടില്ല, എല്ലാം മാറി വ്രതം നോറ്റ്, എന്തൊക്കെയാണ് നിയമങ്ങൾ എനിക്ക് അറിയത്തില്ല. അതുപോലത്തെ രീതിയിലുള്ള വ്രതങ്ങൾ അനുസരിച്ചാണ് അവർ ഉപവസിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ ഉപവാസം എന്താ? പെന്തക്കോസ്തുകാരായ നമ്മുടെ ഉപവാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യാദികളെല്ലാം നമ്മൾ നോക്കും, ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് നമ്മൾ വന്നിരുന്ന് കുറച്ച് നേരം ഭക്ഷണം കഴിക്കാതെ വന്നിരുന്നും കൊണ്ട് കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ അവസാനം നമ്മൾ കൂട്ടിച്ചേർക്കും, എൻ്റെ ബന്ധനം അഴിക്കണമേ, എൻ്റെ പ്രശ്നം മാറ്റണമേ, എൻ്റെ ദുഃഖം മാറ്റണമേ, എൻ്റെ കടഭാരം മാറ്റണമേ. ഇത് നമ്മൾ പിന്നെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മതപനമാണ് എന്ന് വെച്ചെന്നാൽ എൻ്റെ ആത്മാവിന് വന്ന കളങ്കങ്ങളും മാലിന്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് ദൈവപ്രകാശത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് ഉപവാസം. ഇതാണ് ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത്. നിന്റെ അകത്ത് നന്മ വസിക്കുന്നില്ല. ബൈബിൾ പറയുന്നുണ്ടോ? അതിൻ്റെ 19-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചേ. അതിൻ്റെ 17-ാമത്തെ വാക്യം, 7:17. എന്നിൽ വസിക്കുന്ന പാപം. ഇവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ അല്ലേ? യേശു വസിക്കുന്ന നിങ്ങളിലും എന്നിലും. എന്നിൽ വസിക്കുന്ന ഒരു പാപമുണ്ട്. അതെവിടെ വസിക്കുന്നേ? നമ്മുടെ ആത്മാവിനല്ല പാപം വസിക്കുന്നത്, നമ്മുടെ ദേഹിയിലാണ്. എന്നിട്ട് എൻ്റെ 18-ാമത്തെ വാക്യം, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഒന്ന് അംഗീകരിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. എൻ്റെ ജഡത്തിൽ നന്മ. ജഡമെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ദേഹിയുടെയും എൻ്റെ ശരീരത്തിൻ്റെയും തമ്മിലുള്ള ഒരു ആ മേഖലയാണ്, ആ പ്രത്യേകമായിരിക്കുന്ന സ്ഥലമാണ്. ജഡത്തിനും എൻ്റെ ബുദ്ധി മനസ്സിനും കൂടെ ചേർന്നുള്ള പ്രവർത്തന മേഖലയാണ് ജഡമെന്ന് പറയുന്നത്. എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ആർക്കെങ്കിലും നന്മയുണ്ടെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തെ നിങ്ങൾ കളിയാക്കുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. കണ്ടോ, നന്മ ചെയ്യണമെന്നുള്ള താല്പര്യം
എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ ഞാൻ പ്രവർത്തിക്കുന്നതോ ഇല്ല, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഇതാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമുക്ക് നന്മയില്ല, എന്നിൽ പാപമാണ് വസിക്കുന്നത്. ആ ഞാനാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വിശ്വസിച്ച് എൻ്റെ ആത്മാവിലേക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി നാഥനായി ഞാൻ സ്വീകരിച്ചു. ഇപ്പോൾ ഒരു പോരാട്ടത്തിലാണ് ഞാൻ. ഈ പോരാട്ടത്തെയാണ് നമ്മൾ മാനസാന്തരത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്ന പ്രക്രിയ. ഇതിനകത്ത് ചുരുക്കി ഞാനെന്ന് പറയാം, ഇത് വിശദീകരിക്കേണ്ടതാണ്. എന്നിട്ട് എൻ്റെ 25-ാമത്തെ വാക്യം ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇപ്പോഴത്താണ് ആരാധന വെളിപ്പെടുക. ഇത്രയും പരാജിതനായ ഞാൻ, എനിക്ക് യേശുവിനെ കിട്ടി. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യേശു മാത്രം മതി. ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട 1800-ന്റെ അവസാന കാലഘട്ടത്തിൽ, 1900-ന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് മൂല്യം നൽകിയ ദൈവദാസനാണ് C.H. സ്പർജൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇംഗ്ലണ്ട് മുഴുവനും ഇംഗ്ലണ്ടല്ല, ലോകം മുഴുവനും ഇളകി മറിഞ്ഞുപോയി. ഒഴുകിയ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും നടത്തുവാൻ C.H. സ്പർജനെ കർത്താവ് ഉപയോഗിച്ചു. എങ്ങനെയാണെന്നൊരു അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ നന്മയിലേക്കും നിങ്ങളുടെ പ്രവൃത്തിയിലേക്കും നിങ്ങൾ നോക്കരുത്. നിങ്ങളിൽ നന്മയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിച്ചതോ, ഞാൻ പ്രവർത്തിക്കുന്നതോ, ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നതോ, എന്നിലുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണ് അതല്ല നിങ്ങളുടെ ആത്മീയത. പിന്നെ എങ്ങനെ? കർത്താവ് യേശുവിനേക്ക് അവൻ എന്ത് ചെയ്തു, അവൻ എന്ത് നിനക്ക് തന്നു എന്നതിലേക്ക് മാത്രം നോക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പെനിയേൽ പ്രയർ ഫെലോഷിപ്പിൻ്റെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് C.H. സ്പർജൻ്റെ ഈ ഒരു വാക്യം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലേക്ക് നോക്കരുത്. കഴിഞ്ഞ ആഴ്ച ഇത്ര സമയം പ്രാർത്ഥിച്ചു നോക്കരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തെല്ലാം പാപം ചെയ്തില്ല നോക്കരുത്. ഞാൻ എന്തെല്ലാം നന്മ ചെയ്ത് നോക്കരുത്. പിന്നെ എന്ത് എങ്ങോട്ട് നോക്കണം? യേശു ക്രിസ്തു എന്ത് ചെയ്തു എന്ന് നോക്കണം. അതാണ് ബൈബിൾ പറയുന്ന വിശ്വാസം. മനസ്സിലായോ? നിങ്ങളിലേക്ക് നോക്കരുത്, നിങ്ങളുടെ സൽപ്രവൃത്തിയിലേക്ക് നോക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് നോക്കരുത്, നിങ്ങളുടെ ഉപവാസത്തിലേക്ക് നോക്കരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു അത് മാത്രമേ നിലനിൽക്കുന്നതുള്ളൂ. അതിലേക്ക് നോക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം യേശുവിലാണ് എനിക്ക് ജയം കിട്ടുന്നത്. യേശുവിനെ എനിക്ക് കിട്ടി. യേശു ആരാണ്, യേശു എന്താണ്, യേശു എന്തെല്ലാം ചെയ്തു എന്ന് പറയാൻ ഇന്ന് എനിക്ക് സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ സാധ്യമല്ല. ഞാൻ നിങ്ങളെ ഒരു വാക്യം വായിച്ച് അതിലൂടെ ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. 8-ഉം 9-ഉം വാക്യം. 10 കൂടെ വായിച്ചു. കൊലോസ്യർ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരുന്നാൽ സൂക്ഷിപ്പേ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാടുകൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും തലയായി അവരിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. എല്ലാവരും അല്പസമയം ഈ വചനത്തിൻ്റെ മുമ്പിലേക്ക് വരണം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ. ഈ തത്വജ്ഞാനവും വെറും വഞ്ചന എന്നൊക്കെ പറഞ്ഞ് കേട്ടതാൽ നിസ്സാരമായിട്ട് തോന്നുമോ? അല്ല.
നമ്മുടെ ദൈവത്തെ പിൻപറ്റണമെങ്കിൽ ചില ആത്മീയ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ബൈബിള് മാത്രം മനസ്സിലാക്കിയ പോരാ, ലോകത്തിൽ പല പല അറിവുകളും നമ്മൾ നേടണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിൻ്റെ 3-4 വാക്യം ഞാൻ വായിക്കാം. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ട്. ജ്ഞാനം എവിടെയാ? പരിജ്ഞാനം എവിടെയാ? യേശുവിലാണുള്ളത്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പം ഞാനിത് പറയുന്നു. നിങ്ങളെ ആരും വശീകരിച്ചു വഞ്ചിക്കരുത്. യേശുവിൽ നിന്ന്. ഇപ്പം പെന്തക്കോസ്തുകാരുടെ പ്രസംഗ വിഷയം യേശു ക്രിസ്തു അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ എന്നോട് പറഞ്ഞിരിക്കും? നമ്മളെ യേശുക്രിസ്തു എന്ന് പറയാത്ത യേശുക്രിസ്തുവിൻ്റെ നാമം പറയാതെ സഭായോഗം അവസാനിപ്പിക്കുന്നു. അവസാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ പറയും. അവിടെയൊന്ന് യേശുവിൻ്റെ നാമം പറയും. കർത്താവായ യേശുവിൻ്റെ മഹിമ വെളിപ്പെടുത്തുന്ന ലേഖനങ്ങളെ തൊട്ടുപോകാത്ത സങ്കീർത്തനങ്ങൾ മാത്രം പറഞ്ഞ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ചരിത്രം പറയുന്ന സഭായോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരിക. നിങ്ങളും ഞാനും ഹൃദയം കൊണ്ട് യേശുവിലേക്കൊന്ന് വരണം. തത്വജ്ഞാനവും വെറും വഞ്ചനയുമാണത്. ഇവിടെ വായിക്കുകയാണ്, ആരും നിങ്ങളെ ചതിക്കരുത്. വശീകരണ വാക്ക്. ഒരുപാട് വശീകരണമുണ്ട് കേട്ടോ. നിന്റെ സ്ഥിതി മാറുന്ന. ഇവിടെ ഇപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇമോഷനെ കൊണ്ട് ഇളക്കാൻ പറ്റും. നിങ്ങളുടെ ദേഹി മണ്ഡലത്തെ എനിക്ക് ഇളക്കാൻ പറ്റും. എങ്ങനെ? ഇപ്പൊ തന്നെ കർത്താവിടെ ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ വശീകരണ വാക്കുകളാണത്. ലോട്ടറി അടിക്കുന്നത് പോലത്തെ ഒരു ഭാഗ്യക്കുറി അല്ല ഇവിടെ വരുന്നത്. യേശുവിൽ കിട്ടുന്നത് ഒരു ഭാഗ്യക്കുറിയുടെ ലക്ഷങ്ങളല്ല. യേശുവിൽ കിട്ടുന്നത് നിത്യജീവനാണ്. ഇത് വെളിപ്പെടുത്താൻ വശീകരണ വാക്കുകളൊന്നും പറയണ്ട. 2 തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട്. എന്നിട്ട് ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊന്നുമല്ല, ക്രിസ്തുവിനൊത്തുള്ളത്. എന്താ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ? ആദാം തുടങ്ങി മലാഖി വരെ എഴുതിയിരിക്കുന്ന ദൈവിക സത്യങ്ങളുടെ ആദ്യപാഠങ്ങളുണ്ട്. ക്രിസ്ത്യാനികളുടെ ആദ്യപാഠങ്ങളുണ്ട്. തിരിച്ചറിയണം. ക്രിസ്തുവിനൊത്തവണ്ണം അല്ല. 9 വാക്യം, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന. അല്ല, ഇപ്പം ആരെ നോക്കണം? നമുക്കാരെ വേണം? യേശുവിലാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി. ഈ ദൈവത്തെ വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ഈ ദൈവത്തെ വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ഉണ്ടോ? എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ തമ്മിൽ കളിക്കത്തില്ലേ? നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് നടക്കത്തില്ലേ? കെട്ടിപ്പിടിക്കത്തില്ലേ? എൻ്റെ അമ്മയെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കത്തില്ലേ? എൻ്റെ അപ്പനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കത്തില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തോടുകൂടെ വന്ന സാക്ഷാൽ ദൈവമാണ് യേശുക്രിസ്തു. എന്തിനാ യേശു ശരീരമെടുത്തത്? ഒന്ന് പറഞ്ഞേക്കുമാ. എന്തിനാ യേശു ശരീരമെടുത്തത്? നിനക്കൊന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണ്ടേ? ഈ ദൈവം നിനക്ക് അവൻ്റെ മടിയിലൊന്നിരിക്കണ്ടേ? എന്തിനാ മോനെ കർത്താവ് ശരീരമെടുത്ത് വന്ന എന്തിനാ? ദൈവം ഒരു ശരീരത്തിൽ കന്യകമരത്തോട് ജനിച്ചത് എന്തിനാ? ഇവിടെ എന്നോടൊന്ന് സഹകരിച്ചേ. നിങ്ങൾക്കൊന്ന് കൂടെ നടക്കാതെ ദൈവം ദൈവമായി വരികയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കെരൂബുകൾക്ക് പറ്റത്തില്ല, സാറാഫുകൾക്ക് പറ്റത്തില്ല. ആ ദൈവം എന്നെ പോലൊരു ശരീരമെടുത്തിവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹത്തിനകത്ത് വസിച്ചുകൊണ്ട് യേശു ഇവിടെ നടന്നു. യോഹന്നാൻ കർത്താവിൻ്റെ മടിയിലേക്കൊക്കെ കയറി ആ മാർവിലേക്കൊന്ന് ചാരി. പറ്റും മോനെ, യേശുവിൻ്റെ മാർവിൽ ചാരിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. എവിടെയോ ഇരിക്കുന്ന ദൈവത്തോട് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കഷ്ടങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ക്രിസ്ത്യാനിത്വം അല്ല. അത് ജാതീയമായിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രാർത്ഥന? യേശുവിനെ പിതാവായ ദൈവം തന്നു എന്നുള്ളതാണ്. നിന്റെ കൂടെ വസിക്കുന്ന, നിന്റെ കൂടെ നടക്കുന്ന, നിന്നെ കെട്ടിപ്പിടിക്കുന്ന, നിനക്ക് ഉമ്മ തരുന്ന ഒരു രക്ഷിതാവായ, ഒരു നാഥനായ, ഒരു കർത്താവായ യേശു
നിനക്ക് വേണ്ടി ഇവിടെ വന്നു എന്നുള്ളതാണ്. ഒരു സന്തോഷവും ഇല്ല ആർക്കും. എൻ്റെ പാസ്റ്റേ, അംബാനിയെയാണ് എനിക്ക് തന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അയ്യോ, അംബാനിയുടെ മക്കൾക്ക് എന്തൊരു സന്തോഷം, അദാനിയുടെ മക്കൾക്ക് എന്തൊരു സന്തോഷം. യേശുവിനെ തന്നതിനകത്ത് നമുക്ക് എന്ത് സന്തോഷിക്കാനാണ്? വല്ല സന്തോഷമുണ്ടോ? യേശുവിനെ കിട്ടിയാൽ നമുക്കെന്ത്? അംബാനിയെയാണ് നിങ്ങൾക്ക് കൂടെ നടക്കാൻ, ഒരുമിച്ച് ഇരിക്കാൻ, കെട്ടിപ്പിടിക്കാനായിട്ട് തന്നെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക്? എന്തൊരു സന്തോഷം. നീത അംബാനി നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അംബാനിയുടെ മക്കൾക്കുള്ള പദവിയാണ് നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾ സന്തോഷിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുമോ നിങ്ങൾ? അംബാനിയുടെ മകനായിട്ട്, മുകേഷ് അംബാനിയുടെ മകനായിട്ട്, അദ്ദേഹത്തിന് പെരിയ പറഞ്ഞു, കുഞ്ഞിൻ്റെ പെരിയ മറന്നുപോയി, നിങ്ങളെയാണ് ദത്തെടുത്തത് നേരിട്ടു. ദത്തെടുത്തു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമോ? പിതാവായ ദൈവം നിനക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ, നിനക്ക് ചെന്നൊന്ന് മടിയിലിരിക്കാൻ, നിനക്ക് ചെന്നൊരു ചുംബനം കൊടുക്കാൻ ആ ദൈവത്തെ നേരിട്ട് പറ്റത്തില്ല. അതുകൊണ്ടൊരു മനുഷ്യ ശരീരത്തിൽ ദൈവം വന്നതാണ് യേശുക്രിസ്തു. അതാണ് നമ്മൾ റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിച്ചത്. യേശുക്രിസ്തു മൂലം ഞാൻ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവാണ് സകലവും. എൻ്റെ 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, നിങ്ങൾക്ക് ദൈവത്തിന് അനുഗ്രഹങ്ങൾ വേണമോ? അവനിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. നിങ്ങളുടെ വായിൽ ക്രിസ്തു എന്ന നാമത്തിൻ്റെ മഹിമ വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടട്ടെ. അവനിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കും. ആരും തത്വജ്ഞാനം പറഞ്ഞുകൊണ്ട് വരരുത്. അങ്ങനെ വെള്ള ധരിക്കണം, പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യണം, ഭീഷ പഠിക്കണം, പിന്നെ കമ്മല് ധരിക്കരുത്, പിന്നെ അങ്ങോട്ട് നീ എന്ത് ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യരുത്, നീ എന്ത് തിന്നണം, ഭക്ഷണപാനീയങ്ങൾ, വാവ് ശബ്ദത്ത്, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഉപസിക്കണം, ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിക്കണം, ഞായറാഴ്ചക്കായിട്ട് പ്രത്യേകതയുണ്ട്. ഒന്നുമില്ല, ഒരു ദിവസത്തിനും പ്രത്യേകതയില്ല. ഇങ്ങനെയുള്ള ദുർമാർഗങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, എനിക്ക് പറയാനുള്ള ഒറ്റ വിഷയം യേശു ക്രിസ്തു മാത്രം. എനിക്ക് പറയാനുള്ളൊരു വ്യക്തി ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെപ്പോലെ ആരാധ്യനായിട്ട് മറ്റാരുമില്ല. ആ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ. ഹല്ലേലൂയ. അവൻ ജഡമെടുത്ത് ശരീരം ധരിച്ച് ഈ ലോകത്തിൽ വന്ന ദൈവകുമാരനാണ്. നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടും, നിങ്ങളുടെ ഒരു ദശാംശം കൊണ്ടും, നിങ്ങളുടെ ഒരു സ്തോത്ര കാഴ്ച കൊണ്ടും ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റത്തില്ല. ഇത് പൗലോസ് തൻ്റെ അനുഭവങ്ങളിലൂടെയാണ് എഴുതുന്നത് കൊലോസ്യർക്ക്. ഈ കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കൊലോസ്യയിൽ പോയിട്ടില്ല. അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ക്രിസ്തു മാത്രം പോരാ, ക്രിസ്തു മാത്രം മതി. ആത്മീയ ജീവിതത്തിന് ഉപവാസമല്ല വേണ്ടത്, പ്രാർത്ഥനയല്ല വേണ്ടത്, മറ്റു വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളല്ല വേണ്ടത്, ഒന്നുമല്ല. അതൊന്നും നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല. നിങ്ങൾ ദൈവത്തോട് അടുപ്പിക്കാൻ ഒറ്റ മാർഗം, ഏകമാർഗം, ദൈവം മനുഷ്യനായി വന്നു. ഓടിച്ചെന്ന്, നിങ്ങൾക്കിന്ന് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് മടിയിലിടിക്കാൻ പറ്റും, ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിക്കാൻ പറ്റും, ഓടിച്ചെന്നവന് ഉമ്മ കൊടുക്കാൻ പറ്റും. ഇതിന് നിങ്ങൾ ഒരു യോഗ്യത വേണ്ട. എനിക്കിത് വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. നമ്മുടെ സഹോദരി അല്പസമയം പലയിടത്തുനിന്ന് പറയാം. ഹല്ലേലൂയ. ക്രിസ്തു മതിയായത്, ക്രിസ്തു മഹാത്മ്യം, അവൻ മാത്രം മഹത്വത്തിന് യോഗ്യൻ. ഞാൻ പറഞ്ഞത് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ക്രിസ്തു മാത്രം പോരെന്ന് തന്നെ നിങ്ങളുടെ വിശ്വാസം. ക്രിസ്തു മാത്രം പോരാ. പിന്നെ വേണം നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ
ദേശാംശം കൊടുക്കേണ്ടത് ദേശാംശം കൊടുക്കണം, സ്വത്രാഴ്ച കൊടുക്കേണ്ടത് സ്വത്രാഴ്ച കൊടുക്കണം, പിന്നെ കള്ളുകൂടി മാറ്റേണ്ടത് കള്ളുകൂടി മാറ്റണം, വെള്ളം ധരിക്കേണ്ടത് വെള്ളം ധരിക്കണം, മീശ പഠിക്കേണ്ടത് മീശ പഠിക്കണം, പിന്നെ കമ്മലൂരിനടുത്ത് കമ്മല ഊരണം, പിന്നെ കുറേ തത്വങ്ങളും ദാവീദിനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കണം. എങ്കിലും അവരെ പോലെ നമുക്ക് ആകാൻ ബൈബിൾ പറയുന്നു, നിങ്ങൾ യേശുവിനെ മാത്രം മതി എന്ന് പറയണം. എനിക്ക് കർത്താവിനെ മാത്രം മതി, അവനിൽ നിങ്ങൾ പരിപൂർണനാണ്. അവന് പുറത്ത്, അവന് ഇപ്പുറത്ത്, അവനപ്പുറത്ത് ഒരു യോഗ്യതയും ദൈവമേ വിളിക്കാനില്ല. യേശു എന്ന ഒറ്റ വാതിൽ, യേശു എന്ന ഒറ്റ വഴി, യേശു എന്ന ഒറ്റ സത്യം, യേശു എന്ന ഒറ്റ ജീവൻ, യേശു എന്ന ഒറ്റ വാതിൽ, യേശു എന്ന ഒറ്റ എന്താണ് പറയുന്നത്? ബൈബിൾ മുഴുവൻ പറയുന്നത് ഞാൻ 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 ആകുന്നു, ഞാൻ ആകുന്നു എന്ന് വെച്ചെന്നാൽ അവനിലൂടെ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം തന്നാൽ, ഏറ്റവും എളുപ്പമായ മാർഗം നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങൾക്ക് കൂടെ കുറച്ച് കഷ്ടം അനുഭവിക്കട്ടെ. നമ്മുടെ ചിന്ത, നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ ദൈവത്തോട് നിരപ്പിക്കാൻ അവൻ പൂർത്തീകരിച്ചു. ക്രൂശിൽ യേശു വിളിച്ചു പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയാക്കി ഞാൻ. ഇനി ആരും വേണ്ട, ഒന്നും വേണ്ട, നിന്റെ ഒരു പ്രവൃത്തിയും വേണ്ട, എന്നിലുള്ള വിശ്വാസം മാത്രം മതി. നടക്കും. പ്രവൃത്തി വേണ്ടെന്നല്ല, പാപമൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നടന്നോളനാണ് പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കാതെ നടന്നോളനാണ്, ഉപസിക്കാതെ നടന്നോളനാണ് പറയുന്നത്. അങ്ങനെയല്ലേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇങ്ങനെ അപ്പസ്വലനോട് പറഞ്ഞു, ക്രിസ്തു എന്ത് ചെയ്തു അതിലേക്ക് നോക്കുക. ക്രിസ്തുവിന്റെ മുൻപിൽ പിതാവായ ദൈവം മുഖം മറച്ചു. എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? നിനക്ക് പകരക്കാരനായി വന്നപ്പോൾ, എനിക്ക് പകരക്കാരനായി വന്നപ്പോൾ ക്രിസ്തുവിനുള്ള വിശ്വാസമല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്കൊന്നും കൊണ്ട് സാധ്യമല്ല. എബ്രായർ 11:6. അല്ലെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യം? എന്താ വിശ്വസിക്കുന്നത്? യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു എന്ത് പ്രവർത്തിച്ചു? അവൻ എന്ത് പൂർത്തീകരിച്ചു? എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് സംതൃപ്തിയോടെ, നിറഞ്ഞവനായി പോകണം. നിങ്ങളുടെ കയ്യിൽ എന്തില്ലെന്ന് നോക്കരുത്, നിങ്ങൾ എന്ത് ചെയ്തില്ലെന്ന് നോക്കരുത്, എന്ത് കുറവുണ്ടെന്ന് നോക്കരുത്, എന്ത് തികവുണ്ടെന്ന് നോക്കരുത്. യേശുവിൽ എന്തുണ്ട് കുറവ്? യേശുവിൽ എന്ത് തികവുണ്ട്? അവൻ കലേക്ക് കണ്ണുയർത്ത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ശരി എങ്ങനെയാണ് ആക്രോശിക്കുന്നത് പോലെ ആയി പോകുമോ എന്ന് തോന്നിപ്പോകുന്നു. അലറുന്നത് പോലെ തോന്നി. എനിക്കത് അലറിയാലും തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കി, അവനിൽ ഞാൻ പരിപൂർണനാണ്. അവന് പുറത്തും അവൻ്റെ വെളിയിലും ഞാൻ എന്തെല്ലാം ചെയ്താലും. അതാണ് അന്നത്തെ തത്വജ്ഞാനങ്ങൾ പറഞ്ഞിരുന്നത്. ഇത് മാത്രം പോരാ, നിങ്ങൾക്ക് ദൂതന്മാരെ കുറിച്ചൊന്നും അറിയാത്ത കൊണ്ട് ദൂതന്മാരെ നിങ്ങൾ ഓർക്കണം. ദൂതന്മാരാണ് പ്രവർത്തിക്കുന്നത്. ഇരുട്ടിൻ്റെ ദൂതന്മാരുണ്ട്, വെളിച്ചത്തിൻ്റെ ദൂതന്മാരുണ്ട്. ദൂതന്മാരെ പ്രസാദിപ്പിക്കുന്ന ചില കാഴ്ചകളൊക്കെ നിഗൂഢ രഹസ്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ അറിയാത്ത നിഗൂഢ രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഇതൊരെണ്ണം മതി. സകല നിഗൂഢതകളും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നത് യേശുവിലാണ്. യേശുവേ എന്ന് വിളി ആത്മാവിൽ നിന്ന് ഉയരട്ടെ. നിങ്ങൾ പരിപൂർണരാണ് എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ചുരുക്കുക, ഏത് ഭാരത്തോടെയാണ് നിങ്ങൾ വന്നത്? എനിക്ക് ദൈവത്തോടെടുക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടവണ്ണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടവണ്ണം ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കുന്നില്ല. എൻ്റെ കുടുംബം കടക്കണിയിലാണ്. എൻ്റെ കുടുംബത്തിൽ രോഗങ്ങൾ മാറുന്നില്ല. എനിക്ക് ഇന്ന ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. നിങ്ങളിത് മുഴുവൻ എഴുതണം. ഏക ഉത്തരം, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്.
നിങ്ങളുടെ ആത്മാവിന് സ്വസ്ഥത തരും, നിത്യജീവൻ തരും, സ്വർഗരാജ്യം തരും എന്ന് മാത്രമല്ല ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് യേശു രോഗം ശീലിച്ചു കേട്ടോ. യേശു എന്തിനാ രോഗം ശീലിച്ചത്? നമ്മുടെ രോഗം അവനറിയാം. യേശു വിശന്നു, യേശു ദാഹിച്ചു. എന്തിനാ? നിങ്ങളുടെ വിശപ്പറിയാനാ. യേശുവിന് കരം കൊടുക്കാൻ പൈസയില്ലായിരുന്നു. ബുദ്ധിമുട്ട് എന്താണെന്ന് അവനറിയാം, വേദന എന്താണെന്ന് അവനറിയാം. അവനിൽ നമ്മൾ പരിപൂർണരാണ്. അവനിൽ മാത്രം. എല്ലാ കണ്ണുകളും നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം.